അവിടെ വന്നിരിക്കുന്ന ആള് അത്തേക്ക് വരാൻ പറയൂ. നമസ്കാരം സർ. നമസ്കാരം. നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? SSLC വരെ പഠിച്ചിട്ടുണ്ട് സാർ. എനിക്ക് പാടാനും അറിയാം സാർ. മറ്റ് പ്രത്യേക ക്വാളിഫിക്കേഷൻസ് എന്തെങ്കിലും? ടൈപ്പ് റൈറ്റിംഗ് അറിയാം. ശാസ്ത്രീയ സംഗീതത്തിൽ നല്ല വാസനയുണ്ട് സാർ. ഇതിനു മുൻപ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഏത് തരത്തിലുള്ള പാട്ടും ഞാൻ പാടും സാർ. എത്ര വർഷമായി SSLC പാസ്സായിട്ട്? 4-5 വർഷമായി സാർ. വേണ്ട സർട്ടിഫിക്കറ്റ് തൊക്കറ മാത്രമുള്ള സാർ. നല്ല കീർത്തനവും ഞാൻ പാടും സാർ. ലുക്കിയർ, ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. നല്ല വിശ്വാസമായി നിങ്ങൾ ചുമതല ഏൽപ്പിക്കാമോ? ഏത് ചുമതലയും ഏൽക്കാം മുതലാളി. എന്റെ ഒരു പാട്ട് കേട്ടാൽ മുതലാളിക്ക് വിശ്വാസമാകും. എടോ, താനോട് നാടകം വിളിച്ചാണോ വന്നത്? ഇല്ല മുതലാളി, ഞാൻ ജോലിക്ക് വന്നതാണ്. മുതലാളിക്ക് ഹിന്ദി പാട്ട് പിടിക്കുമെങ്കിൽ ഞാൻ അത് പാടാം മുതലാളി. അതല്ല കല്യാണി ഭൈരവി. തന്റെ കല്യാണി ഭൈരവി കൊണ്ടുപോകണ്ട. എന്റെ പാട്ട് ഒന്ന് കേട്ട് പിന്നെ എന്നെ അടിച്ചു പുറത്തു. തന്റെ പാട്ടിയേക്കാണല്ലോ ഇവിടെ വിളിച്ചത്. ഇന്റർവ്യൂവിന് മനസ്സിലായോ? നീ എന്താ ചിരിക്കുന്നു? നിനക്കെങ്ങനെ അറിയാം? പാടിയ മുതലാളി ജോലി തരുമെന്നും പറഞ്ഞ എന്നെ ആ തോട്ടത്തിൽ എത്തി പാടിച്ചു മുതലാളി. അത് ശരി. അപ്പൊ താൻ എവിടെയെങ്കിലും ആദ്യം വന്ന് വീണതല്ലേ? അതെ മുതലാളി. എനിക്ക് വേണ്ടെങ്കിലും ഒരു ജോലി കൊടുക്കണ്ട പ്ലീസ്. പാടട്ടെ മോനെ. എന്റെ മകള് പറഞ്ഞൊക്കെ താൻ മറന്നേക്കുക. തനിക്ക് ഞാൻ ജോലി തരാം. പക്ഷെ ഒരു കാര്യം, പണസംബന്ധമായ ചുമതലകൾ ഏറ്റെടുക്കേണ്ട ജോലിയാണ്. അതുകൊണ്ട് 2500 രൂപ ഡെപ്പോസിറ്റ് വയ്ക്കണം. 2500 രൂപ? എന്താ, സാധിക്കുമോ? ശരി, കൊണ്ടുവരാൻ മുതലാളി. നാളെ തന്നെ ഡെപ്പോസിറ്റ് വെച്ച് ജോലിയിൽ പ്രവേശിച്ചോളൂ. മാസം 250 രൂപ ശമ്പളം തരാം. ഞാൻ വരട്ടെ മുതലാളി. ഞാൻ വരട്ടെ മുതലാളി. അവനൊരു മര്യാദക്കാരൻ പാവപ്പെട്ട കൊച്ചനായതുകൊണ്ട് നിന്നെ അവൻ വെറുതെ വിട്ടു. അങ്ങനെ പാവൊന്നും അല്ല ഡാഡി. എനിക്ക് നല്ല ശരിക്ക് ഡോസ് കിട്ടി. അഹങ്കാരി, നീ ഒരു മനുഷ്യസ്ത്രീയാണോ? രാക്ഷസി എന്നൊക്കെ ശരിക്ക് ചീത്ത പറഞ്ഞു. വെരി ഗുഡ്. അവൻ സമർത്ഥൻ, തന്റെ ഉള്ളവൻ. നിനക്ക് അങ്ങനെ തന്നെ വേണം. കരുണ നിറഞ്ഞ മാതാവേ, എനിക്ക് ഡിപ്പോസിറ്റ് കൊടുക്കാൻ ഒരു നിവൃത്തിയുമില്ല. എങ്ങനെയെങ്കിലും 2500 രൂപ എനിക്ക് തരുവിച്ച് എന്റെ പാവപ്പെട്ട കുടുംബത്തെ രക്ഷിക്കണേ. ഉണ്ടല്ലോ 3000 രൂപയും എന്റെ പകുതി ജീവനായി എഴുതി വിറ്റത്. എങ്കിലും എന്റെ മോടെ കല്യാണം നടന്നാൽ പറ്റാം. അപ്പോ ഞാൻ വരട്ടെ. എത്ര അത്യാവശ്യം പറയാൻ പറ്റി? കല്യാണം ഉറച്ചടി. അങ്ങനെ ഞാൻ ഇവിടെ കിടന്ന് ചാടണോ? വേണ്ട വേണ്ട, മൂടി കുറച്ച് കിടന്നോ ഉറങ്ങിക്കും. ഇടി നീ പോയി ആ തിരുത്തിയും തിരിഞ്ഞും വിളിച്ചോണ്ട് വാടി. കല്യാണത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ഒരുക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? അപ്പൊ എന്നോട് പറ, എന്നാ ജോലിയാണേലും ഞാൻ ചെയ്തു തരാം. എന്റെ മോളെ കൊണ്ട് ഒരു ജോലി എടുപ്പിക്കരുതീ. അവൾ മറവാട്ടിയാ, അറിയാവോ? മോളെ, അപ്പൻ കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ട. എന്റെ കർത്താവേ, ശുശാമേ, ബസ്സിൽ എന്നാ കൂട്ടമായിരുന്നു അറിയാമോ? അതിരിക്കട്ടെ, ആധാരം എഴുതിയോ? എഴുതി. നാളെ തന്നെ ഒരു വേലയും കിട്ടും. ഇനി എല്ലാം എടുക്കുകയും നടക്കും. നാളെ ആ പണം കൂടാ. അപ്പോഴേ പെണ്ണിന് മാലയും തുണിയും ഒക്കെ മേടിക്കണ്ടേ? അതൊക്കെ നീ പോയി വാങ്ങിച്ചു. മോളെ,
ഈ പണം കൊണ്ടൊന്ന് പെട്ടിയില്ലേ? കേരളത്തിൽ പട്ടിണി കൊണ്ട് ഭരിക്കുന്നവർക്ക് മന്ത്രി 2 ഔൺസ് അത് ദാനം ചെയ്യുന്നു. പൗലോസേ, നീ എവിടെ നിന്ന് വരുന്നു? അല്ലേ ഇതാരാ? അല്ല, ഇതാരാ? ഉൾവന്തവുമായ? അതെ, ഞാൻ മടക്കുന്ന വരിക. എന്താ കാര്യം? എന്റെ അമ്മാവിക്ക് ദീനം കൂടുതലാ, മരിച്ചു പോകുന്ന സംശയം. പിന്നെ നീ പോകുന്നു? എനിക്ക് ഉടനെ നാട്ടിലേക്ക് പോകണം. എന്നാ പിന്നെ എന്താ നീ ഇവിടെ ഇറങ്ങിയത്? എനിക്കിവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഒന്ന് കാണണം. അപ്പൊ ഞാൻ വരും. പഞ്ചായത്ത് മെമ്പർ ഇവിടെ ചായ കുടിക്കും. ഗോപാലൻ വിളിച്ചേട്ടു. അയ്യോ, ഇയാളല്ല, 7ാം വാർഡ് മെമ്പർ അവറാച്ചൻ. അവറാച്ചനോ? എനിക്കും അയാളെ